നേർച്ച. ജീവിതത്തിൽ കാൽഭാഗം ഗുരുവിൽ നിന്ന് പഠിക്കും, കാൽഭാഗം സ്വന്തം ബുദ്ധി കൊണ്ടും, കാൽഭാഗം കൂടെ പഠിക്കുന്നവരിൽ നിന്നും, കാൽഭാഗം കാലവും അനുഭവവും പഠിപ്പിക്കുമെന്നാണ് അതിനർത്ഥം. ഇപ്പൊ നിന്നെ അനുഭവങ്ങളാ പഠിപ്പിക്കുന്നത്. ആരൊക്കെ എന്തൊക്കെ ഉപദേശിച്ചാലും വന്ദനയെ ഉപേക്ഷിച്ചുള്ള ഒരു കാര്യത്തിനും ഈ ജഗനില്ല. അങ്ങനെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതങ്ങ് കളഞ്ഞേക്ക്. അതിനി അച്ഛനായാലും ശരി, അപ്പച്ചയായാലും ശരി. ഞാനിപ്പോ വന്ദനെ എങ്ങനെ ജയിലിൽ നിന്ന് ഇറക്കാന്നാ ചിന്തിക്കുന്നത്. അതാ ജഗ അപ്പച്ചി പറഞ്ഞത്, കാലമാണ് ജീവിതത്തിൽ പല തിരിച്ചറിവും തരുന്നതെന്ന്. നിന്റെ കൂടെ കൂടിയിട്ട് പാവ വന്ദനയ്ക്ക് എന്ത് ഗുണമാ കിട്ടിയത്? ജയിൽവാസോ, നീ ഒന്ന് ആലോചിച്ചു നോക്ക്. നീ വിചാരിച്ചിട്ട് അവളെ ജയിലിൽ നിന്ന് ഇറക്കാൻ പറ്റിയോ? ആ വന്ദന കല്യാണത്തിന് മുമ്പ് ഒരുപാട് ദുരന്തങ്ങൾ അനുഭവിച്ച പെണ്ണാ. കല്യാണശേഷം ദുരിതങ്ങൾ കൂടിയിട്ടേ ഉള്ളൂ. ഇപ്പൊ ജയിലിലും അവക്ക് ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും ഒക്കെ കിട്ടണ്ടേ? അവളുടെ സന്തോഷം കാണാനല്ലേ നീ ആഗ്രഹിക്കുന്നത്? ആദ്യം അവള് ജയിലിൽ നിന്ന് ഇറങ്ങണ്ടേ, അവള് ഞാൻ ഇറക്കാം. അതെ, കരുണാകരക്കുറുപ്പാ പറയുന്നത്. അവളെ ഞാൻ ജയിലിൽ നിന്ന് ഇറക്കി തരാം. എന്താ അതുപോലെ ജഗ നിനക്ക്? എന്ത് ത്യാഗം സഹിച്ചും നിനക്ക് ജാമ്യം കിട്ടുമെന്ന് അറിയാനാ ഞങ്ങളൊരു വക്കീലിനെ കാണാൻ പോകുന്നത്. അല്ലാതെ മോളെ ഉപേക്ഷിച്ചു പോവുകയല്ല. ജഗനെയും ദിയമോളെയും കാണണമെന്നുണ്ട്. അമ്മയുടെ കുഴിമാടവും പെറ്റമ്മയുടെ അന്ത്യകർമ്മം പോലും നടത്താൻ യോഗമില്ലാത്തവനാ ഞാൻ. ആ കുഴിമാടമെങ്കിലും കണ്ട് എന്റെ അമ്മയോട് എനിക്ക് മാപ്പ് പറയണം. മാധവൻ വീണ്ടും പഴയ കാര്യങ്ങളൊക്കെ ഓർത്ത് ഇത് ജയിലാണെന്നുള്ള കാര്യം മറക്കുന്നു. സെന്റിമെന്റ്സ് ഒക്കെ പുറത്തിറങ്ങിയിട്ടാകാം ഞങ്ങൾ ഇറങ്ങട്ടെ മോളെ. എന്റെ അടുത്ത സുഹൃത്തായ ഒരു വക്കീലിനെ കാണാനാ പോകുന്നത്. വന്ദനയെ രക്ഷപ്പെടുത്താൻ എന്തെങ്കിലും ഒരു പഴുത് അയാൾ കണ്ടെത്താതിരിക്കില്ല. കെട്ടുറപ്പുള്ള ഒരു കുടുംബത്തിലെ ഛിന്ന ഭിന്നമായി പോയ കരുക്കളാ സോമ ഞാനും മക്കളും ഒക്കെ. മാധവൻ ഒരു പുരുഷായുസ് മുഴുവൻ കൊണ്ട് കെട്ടിപ്പടുത്തതൊക്കെ തകർന്നു തരിപ്പണമായിരിക്കുന്നു. എന്താ മാധവ ഇത്? ഒരു ചെറിയ കാറ്റടിച്ചാൽ തകർന്നു പോകുന്നതല്ല മാധവന്റെ കുടുംബം. കാലം എല്ലാ മുറിവുകളും ഉണക്കും. വാ, വക്കീലിനെ കാണണ്ടേ? മതി, സമയം കഴിഞ്ഞു. ആ ശരി മോളെ.
എങ്ങനെയാ ജഗന്റെ ഭാര്യയായെന്ന് ജഗന് വല്ല ഓർമ്മയുണ്ടോ? അല്ല, നിയമപരമായിട്ട് ഡിവോഴ്സിന് കൊടുക്കാൻ നിയമം പാലിച്ച് ജഗൻ എന്റെ കഴുത്തിൽ താലി കെട്ടിട്ടുണ്ടോ? ജഗൻ എന്റെ കഴുത്തിൽ താലി കെട്ടിയത് ഞാൻ സുമാനസാരെ കഴുത്തി നീട്ടി തന്നിട്ടല്ല. അബോധാവസ്ഥയിൽ കിടന്ന എന്റെ കഴുത്തില് കള്ളനെ പോലെ വന്ന് താലി കെട്ടിയതാ. എന്നെ ചതിച്ചതാ. ഒന്നും ഞാൻ എതിർക്കുന്നില്ല. എല്ലാം എന്റെ കുറ്റം തന്നെയാ. പക്ഷേ ഈ ബന്ധം ഇങ്ങനെ ഇനി മുന്നോട്ട് പോവില്ല. എന്റെ അവസ്ഥയൊന്ന് വന്നിട്ട് മനസ്സിലാക്ക്. എന്ത് മാന്യമായി ചെട്ടിത്തരം പറച്ചില്. വന്നിട്ട് എന്റെ മുമ്പിൽ മറ്റൊരു മാർഗവും. ജഗന് വന്ദനയും വേണ്ടെങ്കിൽ വന്ദനയ്ക്കും എവിടെ വേണേലും ഒപ്പിട്ട് തരാം. തേനെടുക്കാം.